മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. അല്ല പ്രശാന്ത്, വളരെ വ്യക്തമായിട്ട് ആർ ശ്രീലേഖ പറഞ്ഞിട്ടുണ്ടല്ലോ, 3-4 മാസം താങ്കൾ ഇവിടെ ഇരുന്നു കൊള്ളൂ, അത് കഴിഞ്ഞിട്ട് താങ്കൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി എന്ന് തോളത്ത് കൈവച്ചുകൊണ്ട് പുറത്ത് തട്ടിക്കൊണ്ട് കൃത്യമായിട്ട് ആർ ശ്രീലേഖ പറഞ്ഞതല്ലേ? അത് മറന്നിട്ടാണോ താങ്കൾ ഇന്ന് തന്നെ ഓഫീസൊക്കെ ഇട്ടിട്ട് ഓടിക്കളയുന്നത്? ഹെജാതി ഞെട്ടിക്കലായിരുന്നു ഈ വി കെ പ്രശാന്ത് ഒക്കെ നടത്തിയിരുന്നത്. കോൺഗ്രസ്സുകാരെ അങ്ങ് ഞെട്ടിക്കുന്നത് പോലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാരെയൊക്കെ അങ്ങ് ഞെട്ടിക്കാമെന്ന് കരുതി ചാടി അങ്ങ് വീണതായിരുന്നു വി കെ പ്രശാന്ത്. ഞാനിവിടെ ആ ഒരു വിഷയവും വിവാദമൊക്കെ ഉണ്ടായതുമായി ബന്ധപ്പെട്ട് അന്ന് വി കെ പ്രശാന്ത് പറഞ്ഞൊരു ചെറിയ ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം. നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഞങ്ങൾ ഇതിനെ എതിർക്കും, ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കും. ഒരു വി കെ പ്രശാന്ത് മാത്രമല്ല, ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ നിരന്ന് നിന്നങ്ങ് വെല്ലുവിളിയായിരുന്നു. ഏതായാലും വി കെ പ്രശാന്ത് പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. നിങ്ങൾ MLA ഓഫീസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ 7 വർഷമായിട്ട് ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ തന്നെയാണ് കൗൺസിലർമാരുടെ ഓഫീസ് ഉള്ളത്. ഈ കൗൺസിലറുടെ ഓഫീസ് നേരത്തെ LDFന്റെ കൗൺസിലറായിരുന്ന ശ്രീമതി ബിന്ദു 5 വർഷം ഉപയോഗിച്ചതാണ്. അത് കഴിഞ്ഞ് BJPയുടെ തന്നെ കൗൺസിലർ ശ്രീ മധുസൂദനൻ നായർ, അദ്ദേഹം ഉപയോഗിച്ചതാണ്. അദ്ദേഹത്തിന്റെ തന്നെ ഒരു ലേഡി സ്റ്റാഫ് ഇവിടെ വാർഡ് കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്തെല്ലാം ഇത് സുഗമമായി നടക്കുകയാണ്. അപ്പൊ ഇപ്പൊ മാത്രം എന്താണ് ഇത് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നതിന്റെ ഒരു സാങ്കത്യം? അപ്പൊ ഇവിടെ 100 കണക്കിന് ആളുകൾ ദിനം പ്രതി വന്നു പോകുന്ന, ജനങ്ങൾക്ക് വരാനും പോകാനും പറ്റിയ സൗകര്യമുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു കൗൺസിലർ ഓഫീസ് പ്രവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 2 ഗേറ്റുകളുണ്ട്, എല്ലാ സംവിധാനവും ഉണ്ട്. ഇവിടെ ഒരു കൗൺസിലറായി ജയിച്ച ഒരാള് എനിക്ക് ഈ സൗകര്യം പോരാ എന്ന് പറഞ്ഞ് MLAയോട് മാറാൻ പറഞ്ഞാൽ അത് മര്യാദകേടല്ലേ, ശുദ്ധ മര്യാദകേടല്ലേ അവർ കാണിക്കുന്നത്? അപ്പൊ അത് അങ്ങനെ ഒരു തിട്ടൂരം അനുവദിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇനി നിയമപരമായിട്ടുള്ള എല്ലാ പോരാട്ടവും ഞങ്ങൾ നടത്തും. ഈ ഓഫീസ് ഞങ്ങൾക്ക് മാർച്ച് മാസം 31-ാം തീയതി വരെ നിയമപരമായിട്ടുള്ള കാലാവധിയുണ്ട്. ആ കാലാവധി കഴിഞ്ഞും പുതുക്കുന്നതിന് ഞങ്ങൾ കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോർപ്പറേഷൻ ഒഴിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഞങ്ങൾ അതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. MLAക്കാട്ടി മുകളിലാണോ ഒരു വാർഡ് കൗൺസിലർ? നിങ്ങൾ കേട്ടില്ലേ? നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഞങ്ങൾ എന്ത് വില കൊടുത്തും നേരിടും. മാർച്ചിന്റെ സമയം വരെയുണ്ട്, ഞങ്ങൾ അതുവരെ ഇവിടെ തന്നെ തുടരും. എന്തേ കാത്തിരിക്കാതെ ഓടിക്കളയുന്നത്? ഈ ഒരു യുദ്ധത്തിൽ മുന്നോട്ട് പോയാൽ 8 നിലയിൽ പരാജയപ്പെടും എന്നുള്ളത് കൃത്യമായിട്ട് വി കെ പ്രശാന്തിനോട് ബോധവും വിവരവുമുള്ള ഏതെങ്കിലും ആളുകൾ പറഞ്ഞു കൊടുത്തു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. വ്യക്തമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ വി കെ പ്രശാന്ത് ഓഫീസ് അവിടെ വെച്ചുകൊണ്ട് ഓടിക്കളഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? കൗൺസിലർ ആണോ, MLA ആണോ? ഈ അഹങ്കാരത്തിനെതിരെ തന്നെയാണ് ജനം തലസ്ഥാന നഗരി ഭാരതീയ ജനതാ പാർട്ടിയെ അധികാരത്തിലേക്ക് എത്തിച്ചു കൊടുത്തത്. വെറുതെ ഒന്നല്ല. ഈ ജാതി അഹങ്കാരം കാരണം ഇവിടെ ഈ കൗൺസിലർ ആയാലും ഈ പറയുന്ന MLA ആയാലും MP ആയാലും സാധാരണക്കാരായ ഞങ്ങളെ സംബന്ധിച്ച്, സാധാരണ ജനതയെ സംബന്ധിച്ച് നിങ്ങളൊക്കെ തന്നെ ഞങ്ങളുടെ സേവനത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ, നിങ്ങളൊക്കെ ഞങ്ങൾക്ക് സേവനം ചെയ്യാനുള്ള ആളുകളാ. അതിൽ ഞങ്ങൾ ഇത് വലുപ്പച്ചെറുപ്പോ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. എന്തൊരു അഹങ്കാരത്തിലാ! കൗൺസിലർ ആണോ, MLA ആണോ? ഏറ്റവും ഇപ്പൊ എന്ത് പറയുന്നു? കൃത്യമായിട്ട് ജനങ്ങൾക്ക് സംസാരിക്കുന്നവരാണ് ഏറ്റവും വലുത്. അതാര് സംസാരിച്ചാലും അവർക്കൊപ്പേ ജനത നിൽക്കോ. ആർ ശ്രീലേഖ കൃത്യമായിട്ട് ഈ പറയുന്ന വി കെ പ്രശാന്തിനെ ഫോണിൽ വിളിച്ചിട്ട് മാന്യം മര്യാദക്ക് ഇവിടെ സ്ഥലമില്ല, നിങ്ങൾ സൗകര്യം ചെയ്യണം, നിങ്ങൾ എനിക്കൊരു സൗകര്യം തരണം. കൃത്യമായിട്ട് ഇത് കോർപ്പറേഷൻ ബിൽഡിംഗ് അല്ലേ? നിങ്ങളുടെ സൗഹാർദ്ദം വെച്ചിട്ട്, നിങ്ങളുടെ പരിചയം വെച്ചിട്ട് വളരെ മാന്യമായിട്ട് ആർ ശ്രീലേഖ നിങ്ങളോട് സംസാരിച്ചൊരു വിഷയത്തെ പരമാവധി വിവാദമാക്കി മുതലെടുപ്പിനെന്ന് ശ്രമിച്ച ആഠമടലം അങ്ങ് തീർന്നു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വി കെ പ്രശാന്ത് ഒക്കെ ഏതായാലും അടിയറവ് പറഞ്ഞത് തന്നെയാ. നമ്മൾ ഈ എത്ര മാന്യമായിട്ട് ആർ ശ്രീലേഖ ഒരു ആവശ്യം പറഞ്ഞു, ജനങ്ങളുടെ ഫയല് ടോയ്ലറ്റിന്റെ മുകളിലാണ്. അപ്പൊ പറയാ മുൻപേ ഉള്ള കൗൺസിലർമാർ അങ്ങനെയാണ് ഇങ്ങനെ. നിങ്ങൾ അടക്കി ഭരിക്കുന്ന ഈ പറയുന്ന വി കെ പ്രശാന്ത് ഉൾപ്പെടെ അടക്കി ഭരിക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ ടോയ്ലറ്റിലെങ്കിലും ഫയൽ വെക്കാൻ തന്നല്ലോ എന്നായിരിക്കും ആ സാധു കൗൺസിലർമാർ കരുതിയത്. എന്നാൽ കാലം മാറി, ഭരണം മാറി, ഭാരതീയ ജനതാ പാർട്ടി കോർപ്പറേഷൻ ഭരിക്കൽ തുടങ്ങി.
കൃത്യമായിട്ട് അവകാശങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി വാദിച്ച് എടുത്തവർക്ക് കൊടുക്കും എന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്ന ആളുകളാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ എന്നുള്ളത് ഇപ്പോ കേരള പൊതുസമൂഹം തന്നെ അങ്ങ് തിരിച്ചറിയാം. കൃത്യമായിട്ട് ജനങ്ങളുടെ ഫയൽ വെക്കേണ്ടത് ക്ലോസറ്റിന്റെ മുകളിലല്ല, ടോയ്ലറ്റിലല്ല അലമാര വെച്ച് അതിൽ ഫയൽ വെക്കേണ്ടത്. അതിന് കൃത്യമായ സ്ഥലം, കോർപ്പറേഷന്റെ സ്ഥലമുണ്ട്, അത് മാറിത്തരണമെന്നാണ് കൃത്യമായിട്ട് പറയുന്നത്. ഇപ്പൊ എന്തൊക്കെ തട്ടിപ്പുകൾ ഇവിടെ പൊളിഞ്ഞു. വി കെ പ്രശാന്തിന് മാന്യം മര്യാദക്ക് ആ ഫോണിന് ഒരു മറുപടി കൊടുത്തിട്ട് ആരും അറിയാതെ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് അങ്ങ് മാറിക്കൂടായിരുന്നു. അതിന് പകരം ഒരു മുതലെടുപ്പിനെ ശ്രമിച്ചതാ. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞത് നിങ്ങൾ കേട്ടോ, അതും കൂടി ഒന്ന് കേട്ടു നോക്കൂ. കെട്ടിടം നമുക്ക് വേറൊരു സ്ഥലത്ത് ഇപ്പോൾ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അനാവശ്യ വിവാദങ്ങൾ വേണ്ട എന്നാലോചിച്ചിട്ട് അങ്ങോട്ട് മാറുന്നു. നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ വിസ്മൃതിയിലാക്കാനും അപവാദം പ്രചരിപ്പിക്കാനും ഈ സന്ദർഭത്തെ പലരും ഉപയോഗിച്ചു. അപ്പോൾ അതുകൊണ്ട് വിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ല. മരുതൻകുഴിയിൽ ഒരു സൗകര്യമായിട്ടുള്ള ഒരു ഓഫീസ് കണ്ടെത്തി അങ്ങോട്ട് മാറിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇത് ആദ്യമേ അങ്ങ് ചെയ്താൽ പോരായിരുന്നു. ഈ ജാതി നാണംകടലിനൊക്കെ നിൽക്കേണ്ടിയിരുന്നു. നിങ്ങളോടുള്ള പരിചയത്തിന്റെ പേരിൽ ആർ ശ്രീലേഖ മാന്യം മര്യാദക്ക് നിങ്ങളോട് സംസാരിച്ചതല്ലേ? നിങ്ങളൊന്ന് വിവാദമാക്കി ഞങ്ങൾ BJPക്കെതിരെ എന്ന് പറഞ്ഞത് ഈ രംഗത്തെത്തിയപ്പോ എങ്ങനെ ഇരിക്കണം? കേരള പൊതുസമൂഹം നടക്കം ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം തന്നെ ഒരു തർക്കമില്ല. ക്ലോസറ്റിലൊന്നല്ല ഫയൽ വെക്കേണ്ടത്. ഫയൽ വെക്കേണ്ടത് ഓരോ ഫയലുകളും ഓരോ ജീവിതങ്ങളാ. അതിനുവേണ്ടി വാദിച്ച ആർ ശ്രീലേഖ, അതേപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി ഇവർക്കൊപ്പം തന്നെ ഈ വിഷയത്തിൽ കേരള ജനത ബോധവും വിവരവും വിവേകവുമുള്ള സകല മലയാളികളും ഈ വിഷയത്തിൽ ആർ ശ്രീലേഖയ്ക്കും ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം ഒരു തർക്കത്തിൽ ആർക്കും തന്നെ വേണ്ട. വി കെ പ്രശാന്തൊക്കെ ഇപ്പോ എന്തൊക്കെ കള്ളികൾ ഇപ്പോ വെളിച്ചത്തായി മണ്ഡലം അലവൻസ് എന്ന് പറഞ്ഞ് 25,000 രൂപ ലഭിക്കും. എന്നിട്ട് എന്താ ചെയ്യുന്നത്? കോർപ്പറേഷന്റെ കെട്ടിടത്തില് 872 രൂപ വാടകയും കൊടുത്ത് മുന്നോട്ട് പോവാ. ഇത് മാത്രമാണോ? MLA ഹോസ്റ്റലിൽ 32 ഓഫീസ് റൂമുകള്. നില ബ്ലോക്കിൽ MLA ഓഫീസിൽ, അതായത് വട്ടിയൂർക്കാവിൽ നഗരഹൃദയത്തിലുള്ള MLA ഓഫീസിൽ നില ബ്ലോക്കില് 32 ഓഫീസ് റൂമുകള്, കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ഉൾപ്പെടെ പാർക്കിംഗ് സൗകര്യങ്ങൾ ഉൾപ്പെടെ സകല സംവിധാനങ്ങളോടുകൂടി നിങ്ങൾക്ക് ഓഫീസ് ഉണ്ട്. എന്നിട്ടും നിങ്ങൾ കോർപ്പറേഷന്റെ കെട്ടിടത്തില് കൗൺസിലർ ഇരിക്കേണ്ട സ്ഥലം പോലും അധികാര ദുർവിനിയോഗം നടത്തിക്കൊണ്ട് അതുകൂടി കൈയടക്കി വെച്ചതിനെതിരെ ആർ ശ്രീലേഖ കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെച്ചു. ഈ വിഷയവുമായിട്ട് അധികം മുന്നോട്ട് പോയാൽ വി കെ പ്രശാന്ത് അങ്ങ് നാണം കെടും എന്നുള്ളത് കൃത്യമായിട്ട് വി കെ പ്രശാന്തിനോട് അതുമായി ബന്ധപ്പെട്ട് ബോധമുള്ള ആളുകൾ പറഞ്ഞു കൊടുത്തു. കൃത്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് മുന്നിൽ വി കെ പ്രശാന്ത് MLA അടിയറവ് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് മുമ്പിലല്ല, യഥാർത്ഥത്തിൽ കേരള ജനതയ്ക്ക് മുമ്പിലാണ് ഈ പറയുന്ന വി കെ പ്രശാന്തിന്റെ അഹങ്കാരം അങ്ങ് അടിയറവ് വെച്ചത്. ആദ്യം എന്തൊക്കെ പുകിലായിരുന്നു, ഇപ്പോ വിവാദം ഇതങ്ങ് കേട്ടാൽ പോരായിരുന്നു. ആദ്യമേ തന്നെ ഇത്തരം അഹങ്കാരികളെയൊക്കെ എങ്ങനെ നിലക്ക് നിർത്തണം എന്നുള്ളതും ഭാരതീയ ജനതാ പാർട്ടിക്ക് കൃത്യമായിട്ട് അറിയാമെന്നുള്ളതും കേരള പൊതുസമൂഹം ഇതിലൂടെ കൃത്യമായിട്ട് അങ്ങ് തിരിച്ചറിഞ്ഞോളൂ.